ഒരു വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട MLA ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജോഷി അടക്കമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, നീണ്ട പ്രസംഗത്തിനില്ല. മഴ എപ്പോൾ വേണേൽ പെയ്യാം. നമുക്കിങ്ങനെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 3 പരിപാടികളിൽ ചരിത്രം വെച്ചാൽ മഴ ഇങ്ങനെ വരും മാറും. അത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്രാവശ്യം അങ്ങനെ മഴ മാറി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, നമുക്കറിയാം, പെട്രോൾ തീരുക. ഇന്ന് ഞാൻ എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് പെട്രോൾ തീർന്നിരിക്കുക. ആ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറില്ല, റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പം നമുക്ക് ചെലവുകൾ ചുരുക്കേണ്ട ഒരു ആവശ്യം. ഒപ്പം വീട് കുഞ്ചാണ്ടി ഫൗണ്ടേഷൻ ചെയ്ത 48 വീടുകൾ, അതിനോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്ന 100-ലധികം വീടുകൾ. ഞാൻ ഇത് ചെന്നപ്പെട്ടത് മനഃപൂർവ്വം അല്ലെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നിയതുകൊണ്ട് അത് തുടരാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് 25 വീടുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ചെലവുകൾ കട്ട് ഷോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ പ്രചരണം ചുരുക്കുന്നത്. ഏതായാലും എല്ലാവരെയും കടന്നു വന്ന എല്ലാ സൈക്കിൾ സൈക്ലോ യാത്രികളെയും സഞ്ചാരികളെയും സഹയാത്രികളെയും അഭിവാദ്യം ചെയ്യുക. നമുക്കിനിയും നടക്കേണ്ടതുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. സൈക്കിൾ ഇപ്പോഴാണ്, പിന്നെ നടത്തമാണ്. സൈക്കിളും നടത്തവും കൂടെ ചേർന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഏതായാലും അത്രക്കാരുടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഏഷ്യാന്റെ ബുദ്ധിമുട്ടുണ്ട്. നടന്നോ ഞങ്ങൾ വരത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജോഷിയാനെ ഇത് ടാഗ് ഓഫ് ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം. ഒറ്റ ലൈനായിട്ടാണ് പോകേണ്ടത്. നമുക്കറിയാം, വളരെ പതുക്കെ പോയാൽ മതി. നമുക്ക് വളരെ തിരക്കുള്ള ഒരു റോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് റൂട്ട് ഇവിടുന്ന് ആലാമ്പള്ളിയിൽ നിന്ന് ഇലക്കൊടിഞ്ഞ് നിന്ന് വീരണം വഴി വെട്ടത്തുകവല പുതുപ്പള്ളി. അപ്പോൾ എല്ലാവരും വളരെ ആത്മനിയന്ത്രണം പാലിച്ച് വളരെ സ്ലോയിൽ പോയാൽ മതി. കാരണം നമുക്കൊരു അപകടവും വേണ്ട. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അത് സൈക്കിളാണെങ്കിലും നമുക്ക് ഒത്തിരി യാത്ര, എന്താ പറയുക, ബസ്സും കാറും ഒക്കെ പോകുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് വളരെ സ്ലോയിൽ പോയാൽ മതി. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. കൈപ്പത്തിയാണ് ചിഹ്നം. UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്യാൻ സഹായിക്കുക. കൈപ്പത്തി, അതുപോലെ ഓട്ടോറിക്ഷ, ഏണി ചിഹ്നം, നിങ്ങളുടെ വലിയൊരു വോട്ടുകൾ ഉണ്ടാവണം. UDFന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കൈ തരാത്തത് എല്ലാവരും സഹായം ഉണ്ടാവും. എല്ലാവരും സഹായം ഉണ്ടാവണം. ഓരോ ലൈനായിട്ട് ഒരു സൈക്കിൾ ഒരു ലൈനായിട്ട് വഴി പോകുമെന്നുള്ളതറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.